അന്വേഷിച്ച് ജയരാജനിലേക്ക് കേസ് എത്തിയപ്പോൾ ആ ഡിവൈഎസ്പിക്കെതിരായിട്ട് ജയരാജന്മാരെല്ലാവരും ചേർന്ന് കണ്ണൂരിലും തളിപ്പറമ്പിലുമെല്ലാം നടത്തിയ പൊതുയോഗത്തിൽ അവർ സുകുമാരനെ കുറിച്ചും പോലീസ് ഓഫീസർമാരെ കുറിച്ചും പറഞ്ഞതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ജയരാജൻ പരസ്യമായിട്ട് മലദ്വാരത്തിൽ കമ്പി കയറ്റുമോ സുകുമാര എന്ന് നമ്മുടെ MP ജയരാജൻ ചോദിച്ചു, ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ മാർക്സിസ്റ്റുകാർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഏർപ്പെടുത്തിയ ഗവൺമെന്റിനെ വെച്ചുകൊണ്ടാണ് ഇരിട്ടി ഡിവൈഎസ്പി മാർക്സിസ്റ്റ് പാർട്ടിയെ ഭയന്നിട്ട് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. മുടക്കോഴി മലയിൽ വെച്ച് TP കേസിലെ പ്രതികളെ പിടിച്ചതിന്റെ പേരിൽ ഇരിട്ടി CI VV മനോജ്, ആ മനോജിന് ഭീഷണിയുള്ളതുകൊണ്ട് ഗവൺമെന്റിനെ ആഭ്യന്തര വകുപ്പ് ഏർപ്പെടുത്തിയിട്ടാണ്. മുഖ്യമന്ത്രിക്ക് ഈ ജില്ലയിൽ രക്ഷയുണ്ടോ? ഡിവൈഎസ്പിക്ക് രക്ഷയുണ്ടോ? CIക്ക് രക്ഷയുണ്ടോ? കണ്ണൂരിൽ ഒരു പത്രം പെരളശ്ശേരിയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളെ കുറിച്ച് ഞാൻ പോകുന്നില്ല. ആ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ ഓഫീസിലേക്ക് മാർക്സിസ്റ്റുകാർ ഇരച്ചു ചെന്ന് ആ പത്ര ഓഫീസ് വളഞ്ഞു. അവിടെ ഒരു മൂത്ത ജയരാജൻ ശ്രമിച്ചത് CPM-നെതിരായിട്ട് എന്തെങ്കിലും ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ കണ്ണൂരിൽ നിന്നിന്റെ പത്രം ഞങ്ങൾ ഇറക്കാൻ സമ്മതിക്കില്ല എന്നാണ്. ഇവിടെ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഈ കണ്ണൂർ ജില്ലയിൽ കിഴക്കേ കല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് 15 കൊല്ലം മുമ്പ് ആ സ്ഥലത്ത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി അനന്തകുമാറിന്റെ നേതൃത്വത്തിൽ പത്രപ്രവർത്തകന്മാരുൾപ്പെടെയുള്ള ഒരു സംഘം ആ കിഴക്കേ കല്ലൂരിൽ ഒരു സന്ദർശനത്തിൽ പോയി. അവിടെയുള്ള BJP RSS പ്രവർത്തകന്മാരുടെ തകർന്ന വീടുകൾ സന്ദർശിക്കാൻ വേണ്ടിയാണ് ആ യാത്ര പോയത്. അങ്ങനെ തകർക്കപ്പെട്ട വീടുകളിൽ ചിലതിൽ വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ഉടമസ്ഥന്മാർ ആ വീട് കാണാൻ പോകുന്നത്. അതിലൊരു വീടിൽ യുവമോർച്ചയുടെ തലശ്ശേരി മണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിരുന്ന അനിൽകുമാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട് തകർത്ത് 5 വർഷം കഴിഞ്ഞിട്ടാണ് സ്വന്തം വീട് തകർത്ത വീടും സ്ഥലവും കാണാൻ അനിൽകുമാർ ഉറക്കുന്നത്. ഒരു MP-യുടെ സാന്നിധ്യത്തിൽ ആ വീട് തകർത്ത് മാർക്സിസ്റ്റുകാർ കിഴക്കേ കതിരൂരിലുള്ള അനിൽകുമാറിന്റെ വീടിന്റെ പടിഞ്ഞിട്ടിൽ ഒരു തെങ്ങ് നട്ടു. ആ തെങ്ങ് അനന്തകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം ചെല്ലുമ്പോൾ ഇടിയോല വാറിക്കുന്നത് കിഴക്കേ കതിരൂരിൽ മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ മധുരാജ് ആ ഫോട്ടോ എടുത്ത് പിറ്റേന്നത്തെ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് കണ്ണൂർ ജില്ലയാണ്. ആ കിഴക്കേ കതിരൂരിൽ നിന്ന് നിരവധി വീട്ടുകാരെ അതിനു മുമ്പും അതിനു ശേഷവും ആട്ടി ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ആട്ടി ഓടിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു മനോജ്. ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറാൻ മൂലകളായ ചില ഓഫീസർമാർ കൊടുത്ത പോലീസുകാർ കൊടുത്ത വിവരമനുസരിച്ച് ചില ആളുകൾ പറയുന്നത് മനോജിനെ കൊന്നത് ജയരാജനെ ആക്രമിച്ച കേസിലെ പ്രതിയായതുകൊണ്ടാണ് എന്നാണ്. ഒരു കേസിലെ പ്രതിയായാൽ ആ കേസിലെ പ്രതിയെ കൊല്ലണം എന്നത് ഇവിടത്തെ നീതിയാണെങ്കിൽ, അതാണ് ഇവിടത്തെ രീതിയെങ്കിൽ കണ്ണൂർ ജില്ലയിൽ എത്ര പാർട്ടിക്കാർ പറയുന്നത്? ഇവിടെ പ്രതികളല്ലാത്ത ആളുകൾ ആരാണുള്ളത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, ഇവിടുത്തെ വെളിപ്പാടകരെ, വാടിക്കലിലെ പാവപ്പെട്ട രാമകൃഷ്ണനെ, അദ്ദേഹത്തെ അവിടെ കടയിൽ ചെന്ന് വലിച്ചിറങ്ങി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പിണറായി വിജയൻ.
പിന്നീട് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം RSSന്റെ പ്രചാരകനായിരുന്ന കരിമ്പിൽ സതീശനെ നേരിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. പി ജയരാജൻ കൂത്തുപറമ്പ് നഗരത്തിൽ വെച്ച് അവിടുത്തെ അഡ്വക്കേറ്റ് ശ്രീ MK രഞ്ജിത്തിന്റെ വക്കീൽ ക്ലർക്കായിരുന്ന PP മോഹൻ, അയ്യപ്പൻപുഴ PP മോഹനെ 1994 ഏപ്രിൽ മാസം 23-ാം തീയതി അദ്ദേഹത്തിന്റെ ആഫീസിൽ വെച്ച് രാവിലെ 11 മണിക്ക് ആഫീസ് വളഞ്ഞ് കഴുത്തറത്ത് കൊന്നല കേസിലെ പ്രതിയാണ് CPM-ന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ P ജയരാജൻ. ഇവരെല്ലാവരും കേസിലെ പ്രതികളാണ്. മനോജ് കേസിലെ പ്രതിയായി എന്നാണ് പറയുന്നത്. ആ മനോജിനെ അതിലെ 2 കൊല്ലം മുമ്പ് കിഴക്കേ കല്ലൂരിൽ നിന്ന് RSS പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു എന്നതിന്റെ പേരിൽ ഡയമോക്ര ശാഖയിൽ ബസ് തൊഴിലാളിയായിരുന്ന അദ്ദേഹം കൂട്ടുകാരുമൊത്ത് ശാഖയിൽ പോയി. ആ കതിരൂർ എന്ന് പറയുന്ന രാവണൻകോട്ടയിൽ നിന്ന് ആദ്യമായിട്ട് RSSലേക്ക് വന്നത് മനോജാണ്. മനോജിന്റെ കൂടെ സ്വാഭാവികമായും കുറച്ച് ചെറുപ്പക്കാർ വന്നു. എന്താ ഒരു തെറ്റ്? ഒരു നാട്ടിൽ ഒരു പാർട്ടി മാത്രമേ പാടുള്ളൂന്നുണ്ടോ? കിഴക്കേ കല്ലൂർ എന്ന് പറയുന്നത് ഇതേതെങ്കിലും നേതാക്കന്മാർക്ക് അവർ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനമായി കിട്ടിയ സ്ഥലമാണോ ഈ കിഴക്കേ കല്ലൂർ എന്ന് പറയുന്ന സ്ഥലം? ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്ന സ്ഥലം ഇവിടുത്തെ CPM-ന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് അങ്ങ് ഒതുക്കിയെത്തുന്നത് പെണ്ണിനെയും കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ സ്ത്രീധനമായി കിട്ടിയതാണോ ഈ കണ്ണൂർ ജില്ല? ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമല്ലേ, കേരളത്തിന്റെ ഭാഗമല്ലേ? ഒരു നാട്ടിൽ കുറച്ചാളുകൾ വേറൊരു പാർട്ടിയിൽ ചേർന്ന് പോയാൽ അവരെ കൊല്ലണം എന്ന് എന്ത് നീതിയാ? അതാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ട ഒരാളുടെ മനസ്സിലിറങ്ങിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇവിടെയില്ല. 97-ൽ മനോജ് എന്ന് RSSന്റെ മുഖ്യ ശിക്ഷകനാണ്. ആ മനോജിന്റെ സഹപ്രവർത്തനായിട്ടുള്ള ഷാജിയെ, ഡയമണ്ട് സംഘത്തിന്റെ പ്രവർത്തകനായ ഷാജിയെ വേറ്റുമേൽ വെച്ച് അവരോടത്തെ ഷാജിയെ കഴിഞ്ഞ് വരുന്ന സമയത്ത് വെട്ടിയും ബോംബെറിഞ്ഞും കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഷാജിയുടെ 2 കണ്ണുകൾ നഷ്ടപ്പെട്ടു. മനോജിന്റെ കാൽവിരലുകൾ നഷ്ടപ്പെട്ടു. ശരീരത്തിൽ ആകമാനം വെട്ടേറ്റു. 97-ലാണ്. അതാണ് മനോജിനെതിരെ നടക്കുന്ന ആദ്യത്തെ ആക്രമണം. നിങ്ങൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ജയരാജൻ അന്ന് ആക്രമിക്കപ്പെട്ടിട്ടില്ലല്ലോ. അന്നെന്തിനാ മനോജിനെ കൊല്ലാൻ ശ്രമിച്ചത്? മനോജ് ഒരു കേസിൽ പ്രതിയായിരുന്നല്ലോ. ഒരു ചെറിയ പെറ്റി കേസിൽ പോലും മനോജ് പ്രതിയായിരുന്നല്ലോ. എന്തിനാണ് മനോജിനെ ബോംബെറിഞ്ഞത്? എന്തിനാണ് മനോജിനെ വെട്ടിക്കീറാൻ ശ്രമിച്ചത്? ഇത് പട്ടിയെ പേപ്പട്ടിയാക്കി ആ പേപ്പട്ടിയെ തല്ലിക്കൊള്ളുന്ന ഈ നയം മാർക്സിസ്റ്റ് പാർട്ടി എന്നും ചെയ്യുന്നതാണ്. അവരൊരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അവർ തീരുമാനിച്ച ആൾക്കെതിരായിട്ട് അപവാദ പ്രചരണങ്ങൾ നടത്തുക എന്നത്, അവരുടെ പേരിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കുക എന്നത് അവർ കാലകാലമായി ചെയ്തു വരുന്ന ഒരു രീതിയാണ്. ആ രീതി അനുസരിച്ച് മനോജിനെ 97-ൽ ആക്രമിച്ചു. അതിനുശേഷം 2004-ൽ മനോജിനെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ രാമാധവ്ജി, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മുരളീധരൻ, ശ്രീ കൃഷ്ണദാസ് ജി മുതലായ നേതാക്കളെല്ലാം വേദിയിലെത്തിയിട്ടുണ്ട്. അന്ന് മനോജിനെ 2ാമത് ആക്രമിക്കുന്നത്, ആ ആക്രമിക്കുന്ന സമയത്താണ് മനോജിന്റെ കയ്യിൽ ഒരു പേനാക്കത്തിൽ പോയിട്ട് ഒരു സൂചി പോലും പൊട്ടസൂചി പോലും ഉണ്ടായിരുന്നില്ല. ആ മനോജിനെ ആക്രമിക്കുന്നതിനിടയിലാണ് CPM-ന്റെ ഒരു പ്രവർത്തകർ അവിടെ കൊല്ലപ്പെടുന്നത്. അതാ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാവുന്നതാണ്. മനോജിനെ ഒരു കൊലക്കേസിലും പ്രതിയാക്കി. പിന്നീട് 2009-ൽ വീണ്ടും ആക്രമിച്ചു. അങ്ങനെ 4 തവണ മനോജിനെ ആക്രമിച്ചു. ഒരു കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ക്രിമിനൽ കൂട്ടങ്ങൾ
എല്ലാ മാർക്സിസ്റ്റുകാരും ഈ ആക്രമണത്തിന് അനുകൂലിക്കുന്നവരാണെന്നോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും ഈ അറുകൊലയെ അംഗീകരിക്കുന്നവരാണെന്നോ ഞങ്ങൾ കരുതുന്നില്ല. അല്ലെന്നതിനുള്ള വ്യക്തമായ വിവരങ്ങൾ ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് അടച്ചു പറയാത്തത്. അങ്ങനെ മനോജ്